അപ്പു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പുവിന് പറഞ്ഞു തന്ന കഥ നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഒരു റീടെല്ലിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ നമുക്ക് ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലോട്ടൊന്ന് യാത്ര ചെയ്യാം. പഴയ ഏതൻസിലോട്ടും ഗ്രീസിലോട്ടും ഒക്കെ പോയിട്ട് നമ്മുടെ പഴയ ട്രോജൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇലിയഡിൻ്റെ ഒരു റീടെല്ലിംഗ് ആയിട്ടുള്ള ദ സോങ് ഓഫ് അക്കീലീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, മാഡലിൻ മില്ലറുടെ. അപ്പോൾ അതിലെ ചില വരികളും ആ കഥയിലെ ചില പ്രധാന കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പഴയ ഗ്രീക്കോ റോമൻ വാറുകളും ട്രോജൻ വാറുകളുടെയൊക്കെ കഥ നമുക്ക് പലപ്പോഴായിട്ട് നമ്മുടെ സിനിമകളിലൂടെയും വായനകളിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ചെറിയൊരു വളരെ ക്വിക്ക് റീക്യാപ്പ് പോലെ നമുക്കത് എന്താണെന്നൊന്ന് ഓർത്ത് നോക്കാം. അപ്പം അക്കീലീസിനെ എന്തായാലും ഓർക്കുന്നുണ്ടാവുമല്ലോ. നമ്മളുടെ മഹാഭാരതത്തിലെ കർണന് പകരക്കാരനായി വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വോറിയറാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വോറിയേഴ്സ് എവർ ടു വോക്ക് ഇൻ ദി സർഫസ് ഓഫ് എർത്ത് എന്നാണ് പറയുക അക്കീലീസിനെ പറ്റിയിട്ട്. അക്കീലീസിൻ്റെ ജനനം പീലിയസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. അക്കീലീസിൻ്റെ അമ്മ ഒരു സീ നിംഫായിരുന്നു. അപ്പം ഈ ഒരു ഡിവൈൻ ബേർത്താണ് അക്കീലീസിന് ഉണ്ടാകുന്നത്. അപ്പോൾ അക്കീലീസ് ഹീൽ എന്ന് പറയുന്ന ആശയം വരുന്നത് അമ്മ അദ്ദേഹത്തെ ആ പുഴയിൽ മുക്കുന്ന ഒരു സീനെ പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ അമ്മ പിടിച്ചിരുന്ന കാലിലായതുകൊണ്ട് ആ ഹീലാണ് അദ്ദേഹത്തിൻ്റെ വീക്ക് പോയിന്റ് എന്നുള്ള രീതിയിലാണ് കഥ നമ്മൾ മുമ്പോട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാട്രോക്ലസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്രോക്ലസ് ജനിക്കുന്നത് തന്നെ ഒരു ഐലൻഡ്, ഇത് മൊത്തം ഒരു ഗ്രീക്ക്, ഇറ്റലി, റോം ആ ഒരു സ്ഥലമാണ് നമ്മൾ മനസ്സിലെടുക്കേണ്ടത് കേട്ടോ. ഒരു ബാൽക്കൻ പെനിൻസുലയുടെ അറ്റത്താണ് ഈ കഥയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാട്രോക്ലസ് ജനിക്കുന്നത് ഓപ്പസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. ഓപ്പസിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മെനീഷ്യസ് എന്ന് പറഞ്ഞായിരുന്നു, രാജാവായിരുന്നു. പാട്രോക്ലസ് ജനിച്ചപ്പോൾ മുതൽ തന്നെ ഒരു രാജാവിൻ്റെ മകനായിട്ട് ജനിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ അയാളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടാറുണ്ട്. എപ്പോഴും അയാൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അടുത്ത രാജഭരണം നടത്തേണ്ട ആളാണ്. അപ്പം ആയുധവിദ്യകളിൽ കെങ്കേമനായിരിക്കണം. ഒരു എന്താ പറയുക, ടിപ്പിക്കൽ റോയൽറ്റിയുടെ ഭാഗമായിട്ട് മാറേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പാട്രോക്ലസ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പുള്ളി കുറച്ചുകൂടെയൊക്കെ സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ള, പടങ്ങൾ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള, പാട്ടുകൾ പാടി നടക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഹി വാസ് എ വെരി ബാഡ് വാരിയർ. ചെറുപ്പത്തിലെ തന്നെ ഇവർക്ക് ആയോധന കലകളൊക്കെ അഭ്യസിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പുള്ളിക്ക് പണിയുള്ളൂ.